ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പണമോ, പ്രശസ്തിയോ, അതോ അധികാരമോ? ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണടച്ച് ചിന്തിക്കാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും വില കൽപ്പിക്കുന്നത് പണത്തിന്റെയോ പ്രശസ്തിയുടെയോ അടിസ്ഥാനത്തിലാണ്. ഒരാളുടെ ബാങ്ക് ബാലൻസോ അവർ സമൂഹത്തിൽ അറിയപ്പെടുന്ന രീതികളോ നോക്കി മാത്രമാണ് പലരും സൗഹൃദത്തിന്റെ കൈകൾ നീട്ടുന്നത്. എന്നാൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് സുഹൃത്തുക്കളെ. സ്വഭാവമാണ് യഥാർത്ഥ സമ്പത്ത്. ഒരിക്കലും പണമോ പ്രശസ്തിയോ അല്ല നമ്മൾ നോക്കേണ്ടത്. ഒരാളുടെ സ്വഭാവമാണ് ഏറ്റവും പ്രധാനം. ഒരാളുടെ ഉള്ളിലെ നന്മ, സത്യസന്ധത, സ്നേഹം, ദയ, വിനയം, സഹാനുഭൂതി ഇവയൊക്കെയാണ് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ മഹാനാക്കുന്നത്. ഈ ഗുണങ്ങളാണ് ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്, അവരെ പ്രിയപ്പെട്ടവരാക്കുന്നത്. ഒരാളുടെ സ്വഭാവം നന്നായിരുന്നാൽ അയാളുടെ ജീവിതം മാത്രമല്ല, അയാളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതവും പ്രകാശമാനമാകും. ഒരു നല്ല വ്യക്തിക്ക് തന്റെ കുടുംബത്തെയും സമൂഹത്തെയും നല്ല പാതയിലേക്ക് നയിക്കാൻ സാധിക്കും. ഒരു മരത്തിന്റെ വേരുകൾ പോലെയാണ് സ്വഭാവം. വേരുകൾക്ക് ബലമുണ്ടെങ്കിൽ മാത്രമേ മരം ഉറച്ചു നിൽക്കൂ, ഫലം നൽകൂ. അതുപോലെ നല്ല സ്വഭാവം എന്ന അടിത്തറയുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകൂ. ഒരു കഥ കേൾക്കാം, ഒരു രാജാവിന്റെയും പണ്ഡിതന്റെയും. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് പണത്തോടും പ്രശസ്തിയോടും വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരുപാട് ധനികരും പ്രശസ്തരുമായ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സാധാരണ പണ്ഡിതൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന് പണമോ പ്രശസ്തിയോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പണ്ഡിതൻ വളരെ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. വിനയവും സ്നേഹവും അറിവും അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതിഫലിച്ചു. തുടക്കത്തിൽ രാജാവ് അദ്ദേഹത്തെ അവഗണിച്ചു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകും തോറും പണ്ഡിതന്റെ നല്ല സ്വഭാവം രാജാവിനെ ആകർഷിച്ചു. മറ്റുള്ളവർ സ്വാർത്ഥതയോടെ പെരുമാറിയപ്പോൾ പണ്ഡിതൻ നിസ്വാർത്ഥനായി എല്ലാവരെയും സഹായിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സമാധാനവും സ്നേഹവും ഉണ്ടായിരുന്നു. പതിയെ പതിയെ രാജാവ് പണ്ഡിതനെ ബഹുമാനിക്കാൻ തുടങ്ങി. ഒടുവിൽ രാജാവ് തന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേശകനായി ആ പണ്ഡിതനെ നിയമിച്ചു. അവിടെ പണമോ പ്രശസ്തിയോ അല്ല, മറിച്ച് നല്ല സ്വഭാവമാണ് ആ പണ്ഡിതന് ആ സ്ഥാനമാനം നേടിക്കൊടുത്തത്. സ്വഭാവമാണ് നമ്മുടെ വ്യക്തിമുദ്ര. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രം: പണവും പ്രശസ്തിയും ക്ഷണികമാണ്. ഇന്ന് വരും, നാളെ പോകും. എന്നാൽ നല്ല സ്വഭാവം എന്നും നമ്മോടൊപ്പം നിലനിൽക്കും. ദാറ്റ്സ് ഇറ്റ്.